ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണുകൾ വിറ്റയച്ച ഒരു കമ്പനിയാണ് നോക്കിയ എന്ന് പറയുന്നത്. അവർ പെട്ടെന്ന് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഇല്ലാതായി. അവർ ഈ മാർക്കറ്റിൽ നിന്ന് ഇല്ലാതാവാനുള്ള പ്രധാന കാരണക്കാരെന്ന് പറയുന്നത് അവർ തന്നെയാണ്. 1965 വെറും ഒരു പേപ്പർ നിർമ്മാണ കമ്പനിയായിട്ട് തുടക്കം കുറിച്ച നോക്കിയ അതിനുശേഷം ടെലിവിഷൻ, കേബിൾ നിർമ്മാണം, അതേപോലെ പവർ ജനറേഷൻ മേഖലകളിലൂടെ എല്ലാം കടന്നു വന്നതിന് ശേഷമാണ് അവർ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തിലേക്ക് വന്നത്. 1981 നോക്കിയന്റെ ആദ്യത്തെ ഫോൺ നിലവിൽ വന്നു. അതെന്ന് പറഞ്ഞാൽ വൻ വിജയമായിരുന്നു. പക്ഷെ ഒട്ടനവധി മോഡലുകൾ നിലവിൽ വരികയും പിന്നീട് 1994 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നോക്കിയ 2100 എന്ന് പറയുന്ന മൊബൈല് നിലവിൽ വന്നു. നോക്കിയയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ ഒരു മോഡലായിരുന്നു അത്. 1990 നും 2000 ഇടയിൽ കമ്പനിയുടെ വരുമാനം എന്ന് പറയുന്നത് 6.5 മില്യൺ യൂറോ ആയി മാറി. വലിയൊരു വളർച്ചയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനി അവരുടെ ആദ്യത്തെ ടച്ച് സ്ക്രീൻ മൊബൈലായ നോക്കിയ എക്സ്പ്രസ് മ്യൂസിക് എന്ന് പറയുന്ന മോഡല് 2008 പുറത്തിറക്കി. ഒരു ബ്രാൻഡിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉണ്ടാവാനുള്ള കാരണം 2007 നടന്നൊരു സംഭവമായിരുന്നു. 2007 സ്റ്റീവ് ജോബ്സ് അവരുടെ ആദ്യത്തെ ഐഫോൺ പുറത്തിറക്കി. അതേപോലെ തന്നെയാണ് 2008 ആൻഡ്രോയിഡ് 1 മാർക്കറ്റിൽ വന്നു തുടങ്ങി. ഐഒഎസിന്റെയും ആൻഡ്രോയിഡിന്റെയും വരവോടുകൂടി 2009 30% നോക്കിയന്റെ വിൽപ്പന കുറഞ്ഞു. ഒരു കാലഘട്ടത്തിൽ തന്നെ ഐഫോണിന്റെ വിൽപ്പന എന്ന് പറയുന്നത് 330% ഉയർന്നു. 2009 അവസാനത്തോടു കൂടി നോക്കിയ കമ്പനിക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു സ്മാർട്ട് ഫോൺ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളത്. ഈ ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായപ്പോഴേക്കും മറ്റുള്ള മൊബൈൽ കമ്പനികൾ ഒരുപാട് മുന്നിലെത്തി. അങ്ങനെ അവർ 2011 മൈക്രോസോഫ്റ്റുമായി കൈകോർത്തിട്ട് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള മൊബൈൽ ഫോണുകൾ വിപണിയിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചു. ഏകദേശം 2014 ആയപ്പോഴത്തേക്കും മൈക്രോസോഫ്റ്റ് ലൂമിയ എന്നുള്ള ഒരു റീബ്രാൻഡിലേക്ക് മൈക്രോസോഫ്റ്റ് നോക്കിയനെ മാറ്റി. 33 വർഷം നീണ്ടു നിന്ന നോക്കിയ കമ്പനിക്ക് അന്ന് തിരശ്ശീല വീണു. നോക്കിയയ്ക്ക് പറ്റിയുള്ള തെറ്റ് എന്ന് പറയുന്നത് ടച്ച് സ്ക്രീൻ സ്മാർട്ട് ഫോണിലേക്ക് മാറാൻ അവർ വൈകിപ്പോയി. അതേപോലെ തന്നെ സ്മാർട്ട് ഫോൺ രംഗത്തുള്ള ട്രെൻഡുകൾ മനസ്സിലാക്കാൻ അവർ വൈകിപ്പോയി. iOS, ആൻഡ്രോയിഡ് പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഇതുപോലുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്യാനും ശ്രമിച്ചിരുന്നില്ല. പുതിയ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾക്കൊത്ത് നമ്മളും മാറണം. ഞാൻ ഇതുവരെ ഇങ്ങനെയായിരുന്നു, ഇനി അങ്ങോട്ടും ഇങ്ങനെയായിരിക്കും എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഗ്രോത്തിലേക്ക് എത്തില്ല, തളർച്ചയിലേക്ക് മാത്രമാണ് എത്തുക. എല്ലാവരും പുതിയ മാറ്റങ്ങൾക്കൊത്ത് മാറാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.